രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടന്നു. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന വികസനത്തിനും ടൂറിസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മിച്ച ബഡ്ജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട് പഞ്ചായത്തിന്റെ 64ാമത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണം ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ നടന്നു. പൂർണ്ണമായും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്കും ടൂറിസത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. 83,73,31,981 രൂപ വരവും 83,55,833 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബഡ്ജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട് അവതരിപ്പിച്ചത്. രാജാക്കാട് പഞ്ചായത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക, റോഡുകളുടെയും ബൈപ്പാസുകളുടെയും നിർമ്മാണം, മാലിന്യ നിർമ്മാർജ്ജനം, മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, ആസ്തി പരിപാലനവും പുതിയ ആസ്തികളുടെ നിർമ്മിതിയും, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, ജനസംരക്ഷണ പ്രവർത്തനങ്ങൾ, ജലമലിനീകരണം തടയുക, ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുകയും സേവന നിലവാരം മെച്ചപ്പെടുത്തുകയും നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുക. ഭവന മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനൊപ്പം കാർഷിക മേഖല, ടൂറിസം, മൃഗസംരക്ഷണം, ഗ്രാമീണ റോഡുകളുടെ നവീകരണം, കുടിവെള്ള പദ്ധതികൾ, മാലിന്യ സംസ്കരണം, വനിതകൾക്കും യുവാക്കൾക്കുമായിട്ടുള്ള നവീന പദ്ധതികൾ, വയോജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ, SC/ST വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ, ആരോഗ്യമേഖലാ വികസനം എന്നിവയ്ക്ക് പുറമെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8,95 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളും നബാർഡിന്റെ സഹായത്തോടെ 50 കോടിയുടെ വികസന പ്രവർത്തനങ്ങളുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രാധാന്യം കൃഷിക്കാണ്. അതുപോലെ തന്നെ രണ്ടാമത് ടൂറിസം പദ്ധതിയാണ് രാജാക്കാട് ഏറ്റവും ശ്രദ്ധ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ പദ്ധതി. അതുപോലെ ആരോഗ്യ മേഖലയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് സാന്ത്വന പരിചരണ പരിപാടിയാണ്. പ്രത്യേകിച്ച് വ്യാപകമായി ക്യാൻസർ രോഗങ്ങളുടെ പിടിയിലകപ്പെട്ടിരിക്കുന്ന ആളുകൾ, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ, അവർ ഒരു ദിവസം ഒന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ എത്രയോ വലിയ തുകയാണ് അവർക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ കഴിയുന്നതൊക്കെ തരത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സ്വീകരിക്കുക എന്നുള്ളൊരു ആശയമാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് രാജാക്കാട് പഞ്ചായത്തിലെ സബ് സെൻ്ററുകളെല്ലാം പ്രവർത്തനക്ഷമമല്ലാത്തൊരു നിലയിലേക്ക്, കെട്ടിടങ്ങൾ വലിയ അപകടകരമായ സ്ഥിതിയിലേക്ക് പോയി. അപ്പോൾ ആ കെട്ടിടങ്ങളെല്ലാം നന്നാക്കുന്നതിന് വേണ്ടി മുൻഭരണസമിതിയുടെ ശ്രമമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 1.5 കോടി രൂപയോളം അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഈ വരുന്ന 5 വർഷം കൊണ്ട് മുഴുവൻ സബ് സെൻ്ററുകളും നവീകരിച്ച് ആഴ്ചയിൽ ഒന്നെങ്കിലും ഒരു ഡോക്ടറുടെ സർവീസ് അവിടെ കൊടുക്കുന്നതൊക്കെ തരത്തിൽ ആരോഗ്യ മേഖലയെ ശ്രദ്ധയോടെ ഈ ഭരണസമിതി കാണും. ആരോഗ്യ മേഖലയ്ക്ക് വകയിരുത്തിയിരിക്കുന്ന തുക അപര്യാപ്തമാണ് എന്ന് പ്രതിപക്ഷം അഭിപ്രായപ്പെട്ടു. സമിതി അവതരിപ്പിച്ച ബഡ്ജറ്റ് എല്ലാ മേഖലയും ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിലും അതിൻ്റെ അകത്ത് ഒട്ടനവധി പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന്, ആരോഗ്യ മേഖലയുണ്ട്, അതിൻ്റെ അകത്ത് വേണ്ടത്ര പണം ഉൾക്കൊള്ളിച്ചിട്ടില്ല, മേഖലകൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. 2, ഈ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഭരണസമിതി ബസ് സ്റ്റാൻഡ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അത് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൻ്റെ അകത്ത് അതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ കുറെ പോരായ്മകളോട് കൂടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വാന്തന പരിചരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ചികിത്സാ സമാഹരണത്തിനുള്ള ഫണ്ട് ശേഖരണവും നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് VS ബിജു തുക പഞ്ചായത്തിന് കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ഭരണനിർവഹണ ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്.